സമുദായ സംഘടന എന്ന നിലയിൽ ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. കാരണം അദ്ദേഹത്തെ എനിക്ക് വളരെ പണ്ടേ അറിയാം, 10-20 കൊല്ലമായിട്ട് അറിയാം. ഏറ്റവും കൂടുതൽ അടുത്തറിയാൻ എനിക്ക് സാധിച്ചത് ഒരു 10-12 കൊല്ലമായിട്ട് വളരെ അടുത്തറിയാം. 20 കൊല്ലമായിട്ടും അറിയാവുന്നതാണ്. അപ്പോൾ ഒരു SNDP എന്ന നിലയിലല്ല, അതിക്ക് മുമ്പ് തൊട്ടേ തന്നെ അദ്ദേഹത്തെ നല്ലപോലെ അടുത്ത് അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഞാനോട് നല്ല സൗഹൃദ ബന്ധമുണ്ട്. പിന്നെ അദ്ദേഹം ഒന്നാം തരം നല്ലൊരു കച്ചവടക്കാരനാണ്. ആ കച്ചവടത്തിൽ അങ്ങനെ സക്സസ് ആയ ആളാണ്. വിനയമാണ് പുള്ളിയുടെ മുഖമുദ്ര. ആരോടൊരു കുശുമ്പോ കുന്നായ്മയോ ഗ്രൂപ്പ് കളിക്കാനോ ഒന്നും താല്പര്യമുള്ള ആളല്ല. എല്ലാ അർത്ഥത്തിൽ പറഞ്ഞാലൊരു മാന്യൻ എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഒരു മാന്യനാണ് അദ്ദേഹം. പിന്നെ ഒരു സക്സസ്ഫുൾ എല്ലാം വിജയിച്ച ഒരു വ്യവസായി എന്ന നിലയിൽ അദ്ദേഹം ഇതിലും വിജയിക്കുന്നതിൻ്റെ പ്രതീക്ഷ. കാരണം BJP കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗ്രൂപ്പിനകത്ത് ഗ്രൂപ്പും പരസ്പരം വിരുദ്ധമായ രീതിയിൽ നിന്നുള്ള കലഹങ്ങളും ഉണ്ടാക്കുന്നു എന്ന് ആള് പറയുന്നത് കുറേയെല്ലാം ശരിയാണ്. ഇല്ലെന്ന് അവർ പറഞ്ഞാൽ തന്നെ ഇതുണ്ട് എന്നുള്ള എല്ലാവർക്കും അറിയാം. ഇത് എല്ലാം നിൽക്കുമ്പോൾ തന്നെ സെൻട്രലിൽ നിന്ന് അവർ ഒരു ഗ്രൂപ്പിലും പെടാത്ത എല്ലാം കൊണ്ടൊരു മാന്യനായ ഒരാളായിരിക്കും നല്ലത് എന്ന് അവർ കരുതി. അദ്ദേഹം ഒരിക്കലും ഇത് ഇഷ്ടപ്പെട്ട് കാണുകയില്ല. കാരണം പുള്ളി കേരളമല്ല ഇഷ്ടപ്പെട്ടിരുന്നത്, അദ്ദേഹം കർണാടകമാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. സ്ഥാനാർത്ഥിയായി കണ്ടു നിന്നതും കർണാടകത്തിൽ നിന്നാണ്. വീണ്ടും കഴിഞ്ഞ പ്രാവശ്യവും കർണാടകത്തിൽ കിട്ടും എന്ന ധാരണയിലാണ് പുള്ളി ഇരുന്നത്. പക്ഷെ കൊടുത്തത് കേരളത്തിലായിപ്പോയി. അതുകൊണ്ട് അദ്ദേഹം നല്ല രീതിയിൽ BJP നയിക്കാൻ സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിഞ്ഞ ഗ്രൂപ്പാണ് BJP-യിലെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഈ അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടിയിട്ട് പോലും വലിയ ഗ്രൂപ്പുകളൊക്കെ നടത്തി. ഇതിനൊക്കെ മറികടക്കാൻ രാജുവിനെ പോലുള്ള ഒരു വ്യവസായിക്ക്, ഒരു ടെക്നോക്രാറ്റിന് പറ്റുമോ? വ്യവസായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിജയിച്ച ഒരു വ്യവസായിയാണ്. തോറ്റൊരു വ്യവസായിയാണെങ്കിൽ എല്ലാത്തിനും തോറ്റു. അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കി വ്യവസായ രംഗത്ത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യവസായി, വിജയിച്ചൊരു വ്യവസായിക്ക് ഈ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ രാഷ്ട്രീയം അമ്മാനാടാൻ ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അതിൻ്റെ എല്ലാ പ്രായോഗിക ബുദ്ധിയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അത് നയിക്കാനും നടത്താനും അദ്ദേഹം സാധിക്കും. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തന്നെ കുറഞ്ഞ സമയമല്ലേ കിട്ടിയുള്ളൂ. കുറഞ്ഞ സമയം, ഒരു 2 മാസത്തിന് മുമ്പ് ആണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് നിർത്തിയിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ ആ സീറ്റും കൊണ്ട് പോയത്. പക്ഷേ വളരെ അപ്രതീക്ഷിതമായി പെട്ടെന്ന് കൊണ്ട് നിർത്തി. ഒട്ടും സമയം കിട്ടിയില്ല, കുറഞ്ഞ സമയം കൊണ്ട് അടിച്ചു കയറില്ലേ. അദ്ദേഹം ഒരു തറവറ പറയാനൊന്നും പോയിട്ടില്ല. മാന്യമായ ഭാഷയും മാന്യമായ രീതിയിൽ പെരുമാറുകയും പറയുകയും ചെയ്ത് ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തെ കൊണ്ടെത്തിക്കാൻ സാധിച്ചു. അങ്ങനെ വോട്ട് നേടാൻ സാധിക്കും. അങ്ങനെ ഒരു കലഹപ്രിയനല്ല, അനാവശ്യമായിട്ട് ഒരു അപക്വമായ പ്രകോപനപരമായ വാക്കുകൾ പ്രയോഗിക്കുന്ന ഒരാളല്ല. മിതഭാഷിയാണ്. എല്ലാത്തിലും ഒരു മിതത്വവും മാന്യതയും പ്രയോഗിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ശൈലിക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ ഗ്രൂപ്പുകാരെയും സമന്വയിപ്പിച്ചും യോജിപ്പിച്ചും കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് തീർച്ചയായും സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ അമരത്ത് ഈഴവ പ്രാതിനിധ്യം വേണമെന്ന് എപ്പോഴും വാദിക്കുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ സ്ഥാനത്തേക്ക് ഒരാൾ മാറുമ്പോൾ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഈഴവ പ്രാതിനിധ്യം പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എത്തിയത്. പക്ഷേ ശോഭാ സുരേന്ദ്രനേക്കാളും മെച്ചപ്പെട്ട ഒരാളാണ് രാജീവ് ചന്ദ്രശേഖരൻ. ശോഭ നല്ല ആളാണ്. ശോഭാ സുരേന്ദ്രൻ നല്ലൊരു പ്രാസംഗികയാണ്. ആളുകളെല്ലാം കയ്യിലെടുക്കാൻ വളരെ മിടുക്കിയാണ്. പക്ഷേ ഇന്നത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ, BJP-യുടെ പരിതസ്ഥിതിയിൽ അവർക്ക് അനുകൂലമായും പ്രതികൂലമായും ഒരുപാട് ഘടകങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോൾ അത് എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ എന്തുകൊണ്ടും രാജീവ് ചന്ദ്രശേഖരനായിരിക്കും മെച്ചം. ശോഭ മാത്രമല്ല,
ഒരു ഡസൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ശോഭ നല്ലൊരു കാൻഡിഡേറ്റ് ഞാൻ നല്ല പ്രാസംഗികയാണ്. വോട്ടർമാരെ കയ്യിലെടുക്കാനും വോട്ട് മേടിക്കാനും അവർക്ക് നല്ലപോലെ അറിയാം. പാലക്കാട്ട് നിൽക്കുമ്പോഴായാലും ഇവിടെ വർക്കല നിന്നപ്പോഴായാലും ഇവിടെ നിന്നപ്പോഴായാലും അവരുടെ കഴിവ് അവർ തെളിയിച്ചിട്ടുള്ളതാണ്. സജി ചെറിയാന്റെ പ്രസംഗം കേട്ടിരുന്നോ? ഇല്ല. പെൻഷൻ പറ്റിയവരാരും ജീവിച്ചിരിക്കുകയാണ്, അവർക്ക് ആയുസ് കൂടാനാണ്, മരിക്കുന്നില്ലെന്നാണ് സജി ചെറിയാൻ പറയുന്നത്. അതൊക്കെ ഒരു തമാശ പറഞ്ഞായിരിക്കും. കാരണം പ്രായം കൂടിയവരാരും പെൻഷൻ പറ്റിയിട്ട് മരിക്കുന്നില്ല എന്ന്. അത് മരണനിരക്ക് കേരളത്തിൽ മാത്രമല്ല, അഖിലേന്ത്യാ ലെവലിൽ പണ്ടെല്ലാം ബ്രിട്ടീഷുകാരുടെ കാലത്ത് 45 വയസ്സ് 50 വയസ്സായിരുന്നു മരണത്തിന് പെൻഷൻ്റെ അല്ലെങ്കിൽ മരണത്തിൻ്റെ ഒരു ആവറേജ് വെച്ചെങ്കിൽ ഇന്നതൊക്കെ കഴിഞ്ഞുപോയി. ആധുനികമായ ചികിത്സാ രീതികളും മറ്റെല്ലാ സംവിധാനങ്ങളും വന്നപ്പോൾ ആയുസ് വളരെ വർദ്ധിച്ചു. പണ്ട് 60 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ഇന്നിപ്പോൾ 90 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാലേ അതിനകത്ത് അർത്ഥമുള്ളൂ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ ഒരു ഈ സജി ചെറിയാൻ പറഞ്ഞ ഒരു വാക്കിൻ്റെ പുറത്ത് സജി ചെറിയാൻ അങ്ങനെ പറഞ്ഞത് പറയാൻ പാടില്ലായിരുന്നു. പറഞ്ഞെങ്കിൽ അതൊരു തമാശ പറഞ്ഞതായിട്ടല്ലാതെ വലിയ ഗൗരവമായി എടുക്കേണ്ട കാര്യമില്ല. അതൊരു സത്യം പറഞ്ഞു. ആൾ ഇഷ്ടംപോലെ പെൻഷൻ കൊടുത്ത് കാശ് പോകാൻ മുടിയുന്നുണ്ട് എന്നുള്ളത് നേര് തന്നെയാണ്. അതുകൊണ്ട് ആളുകളെല്ലാം ചത്തു കിട്ടണമെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇവിടുത്തെ രാജ്യത്തെ രോഗചികിത്സയുടെയും മറ്റ് സംവിധാനങ്ങളെല്ലാം വർദ്ധിച്ചതോടുകൂടി ആയുസ് വർദ്ധിച്ചു. അത് ആരുടെയും കുറ്റമാണെന്ന് പറയാൻ സാധിക്കില്ല. പുതിയ അധ്യക്ഷൻ വരുന്ന സമയത്ത് ഇന്ത്യയിൽ BDJS വലുതായിട്ട് അവഗണിക്കപ്പെടുന്നുള്ള പരാതി നേരത്തെ തന്നെ ഉയർന്നതാണ്. അത് നേരമല്ല, 10 കൊല്ലമായി ഈ BDJS ഈ കുറുക്കൻ്റെ പുറകെ ആടിൻ്റെ പുറകെ കുറുക്കൻ നടക്കുന്ന പോലെ ഇത് നടക്കുകയാണ്. 10 കൊല്ലമായി. എന്ത് കിട്ടി? അദ്ദേഹത്തിന് ഒന്നുമില്ലാത്ത ആളുകൾക്കെല്ലാം പലതും കിട്ടി. ഇപ്പം തന്നെ കണ്ടില്ലേ PC ജോർജ് ഈ കേരളത്തിലെ രാഷ്ട്രീയ വേസ്റ്റുകളെല്ലാം കൊണ്ട് ചെന്ന് അടിഞ്ഞു ചേരുന്ന ഒരു പ്രസ്ഥാനമായിട്ട് BJP മാറാവോ? ആർക്കും വേണ്ടാത്ത ഒരാളാണ് PC ജോർജ്. അവസാനം ആർക്കും വേണ്ടായിട്ട് പാർട്ടി വരെ ഉപേക്ഷിച്ച് പുള്ളി അവസാനം പാർട്ടി ഇല്ലെങ്കിലും തിരക്കില്ല, എന്നെ എടുത്താൽ മതി എന്നും പറഞ്ഞ് നിന്ന് അടിഞ്ഞതിനകത്ത് കയറി. അതിനകത്ത് വലിയ സ്ഥാനവും കൊടുത്തിരിക്കുകയാണ്. BJPക്കാർ ഇപ്പോൾ ക്രിസ്ത്യാനികൾ എത്ര പേര് മന്ത്രിയാക്കി? എന്നിട്ട് എന്ത് റിസൾട്ട് കിട്ടി? അവരെ എത്ര പേരെ ഗവർണറാക്കി? സവർണ വിഭാഗത്തിൽപ്പെട്ടവർ എന്ത് റിസൾട്ട് കിട്ടി കേരളത്തിൽ നിന്ന്? അപ്പോൾ സ്ഥാനങ്ങളെല്ലാം പലതും കൊടുക്കുമ്പോൾ ഘടകകക്ഷികൾക്കെല്ലാമായിട്ട് നിൽക്കുന്നവർക്കെല്ലാം അത് ഇടതുപക്ഷത്തെ കണ്ടുപിടിക്കുകയും, ഇടതുപക്ഷത്തിൽ നിങ്ങൾ കണ്ടില്ലേ ചെറിയ പാർട്ടിക്ക് പോലും കടന്നപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം ഒറ്റ MLA ആണ്, ഒരു മന്ത്രിയാക്കില്ലേ. ആർ ബാലകൃഷ്ണപിള്ള മകൻ ചെയ്ത നന്ദിക്ക് അവസാന കാലത്തെന്തെങ്കിലും ഒരു ചതിവ് ചെയ്തതിനുള്ള പ്രതിഫലമാണല്ലോ. അവസാന കാലത്തിട്ടാണെങ്കിലും മന്ത്രിയാക്കി കൊടുത്തില്ലേ. അതുപോലെ NCP ആകെ ഒരു PE ഇല്ല അതിനകത്ത്, എന്നിട്ടും മന്ത്രിസ്ഥാനം കൊടുത്തില്ലേ. അങ്ങനെ അവിടെ ഘടകകക്ഷിയായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും മന്ത്രിയാകുന്ന കോർപ്പറേഷൻ കൊടുക്കുന്നു. ഒരു 10 കൊല്ലം പുറകെ നടക്കുന്ന ആണ് ഇവിടുത്തെ BDJS. അവർക്കൊരു പരിഗണനയും പരിരക്ഷയും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, അവർ കാണിക്കുന്നത് തെറ്റ് തന്നെയാണ്. കഴിഞ്ഞ 10 വർഷം BDJSനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി നഷ്ടമാണ്. നഷ്ടമില്ല, മുടക്കുണ്ടായിട്ട് വേണ്ട നഷ്ടം പറയാൻ. നഷ്ടവും ലാഭവും അല്ല പറയുന്നത്, മുടക്കുണ്ടെങ്കിലല്ല നഷ്ടവും പറയേണ്ടത്. പക്ഷെ അവർക്ക് അധികാരത്തിൽ ഇരുന്നപ്പോൾ ഇത്രയും കൊല്ലം BJP ഭരിച്ചിട്ട് പോലും കേരളത്തിൽ ഘടകകക്ഷികൾ വരണ്ടേ? അതല്ലാതെ ഈ പറഞ്ഞ ക്രിസ്ത്യാനികളെ 5 പേരാക്കി. അത് യഥാർത്ഥ പിൻബലമുള്ള ആളുകളെ ക്രിസ്ത്യാനികൾക്ക് തന്നെ പിൻബലമുള്ള ക്രിസ്ത്യാനികളെ മന്ത്രിയാക്കി. ഇതൊന്നുമില്ല. PC ജോർജിനല്ല PC തോമസിനാക്കി. അദ്ദേഹം അതുവഴി പോയി. കണ്ണന്താനം വന്നിട്ട് എങ്ങനെ പോയെന്ന് ആർക്കും അറിയാൻ പാടില്ല. ഇപ്പോൾ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും ക്രിസ്ത്യൻ സമുദായം അംഗീകരിക്കുന്നവരല്ല.
ഇങ്ങനെ പോയാൽ ചിലർ എല്ലാം കേൾക്കും. പിന്നെ എല്ലാം കൂടെ അടിച്ചെടുക്കാമെന്ന് പറഞ്ഞ് PC ജോർജ്, അതാണെങ്കിൽ ഒരു പീസായ ബൾബാണ് PC ജോർജ് എന്ന് പറഞ്ഞത്. അതിനെയും പിടിച്ച് കയറ്റിയിട്ടുണ്ട്. എവിടെ കിട്ടാനാ? കൃത്യമായുള്ള വോട്ട് ഇതുകൊണ്ടൊന്നും കിട്ടണമെന്നില്ല. അത് കാണേണ്ട പോലെ കണ്ട് അവരെ സ്വാധീനിക്കാൻ സാധിക്കണം. ഇവരെയൊക്കെ മന്ത്രിയാക്കിയതുകൊണ്ട് ഇവിടെ കിട്ടാനും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടെ BDJS മറ്റൊരു മുന്നണിയിലേക്ക് മാറുന്നതാണ് നല്ലത് എന്നല്ലേ? അതൊക്കെ അവർ തീരുമാനിക്കും. അങ്ങനെ പറയാൻ ഞാനാളല്ല, അങ്ങനെ ഞാൻ പറയത്തുമില്ല. കാരണം സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി നടക്കുന്ന അതല്ല. അവർ സ്ഥാനത്തിനല്ല, അവർ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയാനും അത് ചെയ്യേണ്ടവർ ചെയ്യിക്കാനും അവർ സാധിക്കും. അതുകൊണ്ടല്ല കേരളത്തിൽ എന്തുകൊണ്ടാണ് BJP വളരാത്തത്? ഗ്രൂപ്പാണ് വളരുന്നത്, പാർട്ടി വളരുന്നില്ല. അത് ഇന്ത്യയിൽ ആരാ ഭരിക്കുന്നത്? BJP തന്നെ ഭരിക്കുന്നത്. ഇനിയും അവർ ഭരിക്കും. ഇവിടെ പിണറായി 2 പേരും ഭരിച്ച്, ഇനിയും പിണറായി തന്നെ ഭരിക്കും. കാരണം എന്താണ്? ഇവിടെ NDA ആണ് നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ ഐശ്വര്യം. സഹിച്ചെറിയാൻ നയിക്കുന്നത് ഗുണ മനസ്സിലില്ലാതെ സഹിച്ചെറിയാൻ ജയിക്കും. അവിടുന്ന് മന്ത്രിമാരുടെ കാര്യം. അടുത്ത മന്ത്രി ഹിന്ദു ടീച്ചർ അവിടെ ആരാ ജയിച്ചോണ്ടിരുന്നത്? ഉണ്ണിയാളും ജയിച്ചിരുന്ന സ്ഥലമല്ലേ? ആ കോട്ട തൊടാനൊക്കെ വരുന്ന അന്ന് BJP 6,000 വോട്ടാണ് മേടിച്ചത്. പിന്നെ 30,000 വോട്ട് എത്തിയപ്പോഴത്തേക്ക് ആ സീറ്റും കൊണ്ട് ആര് പോയി? ഇടതുപക്ഷം പോയി. അങ്ങനെ ടീച്ചർ ആയില്ലേ. അവൻ്റെ നിങ്ങൾ നോക്ക്, വർക്കല കഹാറിൻ്റെ കോട്ടയല്ല, കഹാർ 4 നില പൊട്ടിപ്പോയില്ലേ? അവിടെ ഒരു പയ്യൻ BDJSകാരൻ നിന്നൊരു 10,000-20,000 വോട്ട് പിടിച്ച്. ഈ പിടിക്കുന്നതെല്ലാം നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഒരു 5% ആണെങ്കിൽ മറ്റോട് 25%. UDFൻ്റെ വോട്ടുകളാണ് ഈ BJPയിലേക്ക് വരുന്നത്. ആ BJPയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഗുണം എപ്പോഴും ഇടതുപക്ഷത്തിനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തീർച്ചയായും അടുത്ത ഊഴവും സാക്ഷാൽ പിണറായി തന്നെ ഇവിടെ ഭരിക്കും. അതിനുള്ള എല്ലാം തെളിഞ്ഞ് വരികയാണ്. പിണറായിക്ക് പകരം വേറെ ഒരു പിണറായി ഇവിടെ ഭരിക്കാൻ ഇടതുപക്ഷത്തിനില്ല. അത് മോഹിച്ച് വേറെ അവർ പൊളിറ്റ് പൂരോ പറയണം, ഇനി പിണറായി വേണ്ട വേറൊരാളിരിക്കട്ടെ എന്ന് സീറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് വെച്ചിട്ട് വേറെ ആരെങ്കിലും പ്രേതങ്ങളെ കൊണ്ട് വെച്ചാലുണ്ടല്ല, കാരണം 6 നില പൊട്ടിത്തെറിച്ചിരിക്കും. ഇന്ന് എല്ലാത്തിനെയും കൂട്ടി ഇണക്കി കൊണ്ടുപോകാനും അതുപോലെ ആജ്ഞാശക്തിയും അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയും ഉള്ളത് ഇന്ന് പാർട്ടിയിൽ ഒറ്റാളെയുണ്ട്, പിണറായി വിജയൻ മാത്രമേ. നിങ്ങളെല്ലാം പറയും ഏകാധിപതിയാണ്. ചില കാര്യങ്ങളിലെ ഏകാധിപത്യം ജനാധിപത്യത്തിന് അനിവാര്യമാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഏകാധിപത്യത്തിന് വിധേയമായിട്ടുള്ളതായിരിക്കണം ഏകാധിപത്യം. യഥാർത്ഥ ജനാധിപത്യം എന്താണ്? യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടേ യഥാർത്ഥ സ്വാതന്ത്ര്യം ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാം ഒരുപാട് മെനക്കെടണ്ട. പിണറായിയെ ചീത്ത പറഞ്ഞേണ്ട കാര്യമില്ല. ഇടതുപക്ഷം തന്നെ അടുത്ത് ഭരിക്കും. അത് നമ്മളാരെയും കൊണ്ടല്ല, മറുഭാഗം ബലഹീനമാണ്. കോൺഗ്രസിന് എത്ര കഷ്ടമാണ് മിസ്റ്ററെ, തമ്മിൽ അടിച്ച് തലകയറി കിടക്കുകയാണ്. ആരാ അതിനകത്ത്? ഒരു 5 പേരാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയാകാൻ തുടങ്ങുന്നത്. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ എവിടെ എത്തും? പരസ്പരം കാലുവാരാൻ പരസ്പരം മത്സരിക്കുകയാണ്. ഒരു നേതാവ് അവർക്കുണ്ടോ? ഇല്ല. APCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അപ്പം അതിനെതിരായിട്ട് UDF കൺവീനർ പറഞ്ഞിരിക്കും. ഈ ആശാസമരത്തിന് മുന്നിൽ ഇപ്പോഴും സംസ്ഥാന സർക്കാർ അയയുന്നില്ലല്ലോ. പക്ഷെ അവരൊരു കാര്യം ചെയ്യേണ്ടതായിരുന്നു. ആശാവർക്കന്മാരാരായാലും തിരക്കല്ല, അവരിപ്പോൾ ഒരു സമരമുഖത്താണ്. അവരുമായിട്ടൊരു സമന്വയത്തിന് ഒരു ശ്രമം നടത്തുന്നൊരു പരാജയമായി കണ്ടില്ല. ജനാധിപത്യത്തിൽ സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണ്. പക്ഷെ അവരെ ജീവിക്കാൻ വേണ്ടി പണം കൊടുക്കാൻ ഖജനാവിൽ കാശില്ലാത്തതുകൊണ്ടാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത്. അവർക്ക് കൊടുക്കാൻ പണം വേണ്ടേ? അപ്പോൾ പണം കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് സർക്കാർ ഇങ്ങനെ ഒരു അയഞ്ഞ സമീപനം കാണിക്കുന്നു. പക്ഷെ നമുക്ക് എന്തുകൊണ്ട് അവരോട് കരുണ, എന്നെ സംബന്ധിച്ചിടത്തോളം അവരോട് കരുണ കാണിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ കരുണ കാണിക്കണമെന്ന് പറഞ്ഞാൽ കാശ് കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് കരുണ ഇല്ലാത്തതെന്നാണ് പറയുന്നത്.
എന്തുമാകട്ടെ, ആ പാവങ്ങളായ സ്ത്രീകൾ ഇന്ന് മഴയും വെയിലും ഒക്കെ കൊണ്ട് പട്ടിണിയൊക്കെ കിടന്ന് വളരെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നമുക്ക് ഏത് മനുഷ്യൻ്റെയും മനസ്സ് അലിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് ഇന്നലെ ഒരു പരാതി പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൺഗ്രസിൽ ഒരു പരിഗണിക്കപ്പെടുന്നില്ല. അത് ഇന്ന് ഇപ്പം തുടങ്ങിയതല്ലല്ലോ, ഒരുപാട് നാളായി ഞാൻ പറയാനായിട്ട്. പിന്നോക്ക വിഭാഗമായതുകൊണ്ട് അവഗണന നേരിടുന്ന രീതിക്കാണ്. അല്ലാതെ കൊടിക്കുന്നതിൽ ഒരുപാട് നാളായി പറയുന്നുണ്ട്. അദ്ദേഹത്തിനെ KPCC പ്രസിഡൻ്റാക്കാഞ്ഞത് കാലം തൊട്ടും അതിക്ക് മുമ്പ് അവസരം കിട്ടാഞ്ഞത് തൊട്ടും പരിഗണന കിട്ടുന്നില്ല. അദ്ദേഹം ഒരുപാട് പ്രാവശ്യം നിന്ന് ജയിച്ച ആളാണ്. പക്ഷെ അതൊക്കെ അവരുടെ കോൺഗ്രസിനകത്തെ കാര്യമല്ല. അതിനകത്ത് നമുക്കെന്ത് പറയാനൊക്കെ, കോൺഗ്രസ് കൊടുക്കാത്തതിൻ്റെ കാര്യം അവരല്ലേ മറുപടി പറയണത്. കൊടിക്കുന്നിൽ നിന്ന് ജയിച്ചു എന്നുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ ജയിച്ചവർക്കെല്ലാം കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടോ കോൺഗ്രസിനകത്ത് വേറൊരു നയമാണ് അതിനകത്തുള്ളത്. അത് ജയിച്ചു എന്നുള്ളതുകൊണ്ട് അവർക്കെല്ലാം കൊടുക്കണം എന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഓരോരുത്തരും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങളുള്ള ആളുകൾക്കെല്ലാം കാര്യങ്ങൾ സഹായിച്ചു കൊടുക്കാൻ കോൺഗ്രസ് സഹായിച്ചെന്ന് വരത്തില്ല. എല്ലാവരുടെയും ധാരണ അവരവർ വലിയ കേമനാണെന്നാണ്. ഇപ്പം കണ്ടില്ലേ കുട്ടനാട്ട് MLA, അയാൾ പറഞ്ഞാൽ അയാൾ വലിയ കേമന, അയാൾ മന്ത്രിയാണെന്ന് പറഞ്ഞ കിടക്കല്ലേ. അഞ്ജനം എന്ന് എനിക്കറിയാം മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്ന് പറഞ്ഞ പോലെ അഞ്ജനത്തിൻ്റെ നേരെ അറിയാൻ പാടില്ല, മഞ്ഞളുടെ നേരെ അറിയാൻ പാടില്ല, രാഷ്ട്രീയം അറിയാൻ പാടില്ല. കയറിയപ്പോൾ തൊട്ട് പുള്ളിക്ക് മന്ത്രി കസേരയാണ് ആഗ്രഹം. അങ്ങനെ ഓരോ ആഗ്രഹം കഴിഞ്ഞ് അവസാനം കിട്ടിയപ്പോൾ KPCC അതിൻ്റെ പ്രസിഡൻ്റാക്കി, മറ്റേ ആൾ മാറി. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോൾ അതൊരു ഈ NCP എന്ന് പറഞ്ഞൊരു കേരള കോൺഗ്രസ് ആയി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റ് ആരാണ്, സെക്രട്ടറി ആരാണ്, എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു കേരള കോൺഗ്രസ്സായി മാറും. ഈ കൂടൽമാണിക്യം വിഷയത്തിൽ തന്ത്രിമാർക്കെതിരെ ഒരു സമീപനം SNDP സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് തന്ത്രിയുടെ ഒരു ലേഖനം കേരള കൗമുദിയിൽ വരുന്നത്. തന്ത്രികളെ ന്യായീകരിച്ചുകൊണ്ട് സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഞാൻ കണ്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം കുറച്ച് ദിവസമായിട്ട് ചെറിയൊരു അസുഖമൊക്കെ വിട്ടുകൊണ്ട് ഞാൻ പത്രങ്ങൾ കാരണം നിങ്ങൾ വേണ്ടത്ര സമയത്തിലേക്ക് പത്രം വരുന്നുണ്ട്, തന്ത്രിയുടെ സമയത്തിലേക്ക് വായിക്കാൻ തോന്നില്ല. എൻ്റെ ചികിത്സാ രീതി അല്ല, ഏത് പത്രത്തിൽ വന്നാലും വന്നില്ലെങ്കിലും തന്ത്രിമാരുടെ എല്ലാ കാര്യങ്ങളും ന്യായമാണെന്ന് പറയാനൊക്കത്തില്ല. ന്യായമായ കാര്യങ്ങൾ പറഞ്ഞാൽ ന്യായമാണെന്ന് പറയാം. കുടൽമാണിക്യത്തിൻ്റെ കാര്യത്തിൽ എത്ര തന്ത്രിയും മന്ത്രിയും പറഞ്ഞാലും നമുക്ക് ഉൾക്കൊള്ളാനൊക്കത്തില്ല. കേരള കൗമുദി അല്ല ഏത് കൗമുദി പറഞ്ഞാലും ആ പറച്ചിലിനോട് നമുക്ക് യോജിക്കാനൊക്കത്തില്ല. മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിക്കും, ക്ഷേത്രപ്രവേശം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇന്നും ക്ഷേത്രപ്രവേശം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് എത്രയോ വാർഡുകളിൽ ക്ഷേത്രത്തിൽ ശാന്തിയായിട്ട് നിയമനം കൊടുത്തിട്ട് പോലും ശാന്തി ജോലി ജയിക്കാതെ അവർ പോയി കഴകത്വമായിട്ടും ക്ലാർക്കായിട്ടും ജോലി ചെയ്യുന്ന അവസ്ഥ ഇന്ന് ഇവിടെ നിലനിൽക്കുന്നില്ലേ? ഇവർക്ക് അങ്ങനെ നിഷേധിക്കാൻ സാധിക്കുമോ? ഇപ്പോൾ തിരുവിതാംകൂറിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, മതേതരത്വം വേണം ഇവിടെ എന്നെല്ലാം നമ്മൾ പറയും. അവിടെയെല്ലാം ശാന്തി നിയമനം നടത്തണമെന്നുണ്ടെങ്കിൽ മലയാളം ബ്രാഹ്മണരായിരിക്കണമെന്ന് കൊണ്ട് അഡ്വർട്ടൈസ് ചെയ്യുന്നത് ശരിയാണോ? തെറ്റല്ലേ? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അങ്ങനെ ചെയ്യാമോ? അതിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോലും ഗവൺമെൻറ് അതിനനുകൂലമായൊരു പദ്ധതി പോലും വെച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ, യോജിപ്പിൻ്റെ ഇടക്ക് തന്നെ വളരെ വൈരുദ്ധ്യങ്ങളുടെ നിലനിൽപ്പുണ്ട്. സുരേന്ദ്രൻ ഉള്ള സമയത്താണ് BJP ആദ്യം MP സീറ്റ് കിട്ടുന്നത്. രാജ്യസഭ പാർലമെന്റ് സീറ്റ് വിജയിക്കുന്നത് കഴിഞ്ഞ തവണയാണല്ലോ BJP കേരളത്തിൽ. അപ്പം വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനൊക്കെ സുരേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുരേന്ദ്രനെ മാറ്റുമ്പോൾ സുരേന്ദ്രൻ്റെ ഒരു പുതിയ ആൾ വരുമ്പോൾ എങ്ങനെയാണ് അത് കാണുന്നത്? സുരേന്ദ്രനെ അതിന് പരാതിയില്ലല്ലോ, പിന്നെ നമുക്ക് എന്താ കാര്യം പറയാൻ? കാരണം സുരേന്ദ്രൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ വളരെ സന്തോഷത്തോടു കൂടി മാറുകയാണ്. ഇപ്പോൾ അവിടെ ജയിച്ചു, സുരേന്ദ്രൻ്റെ കഴിവുണ്ട്. അതിനെല്ലാം തന്നെ ക്രിസ്ത്യാനികളുടെ വോട്ടുകൾ കൊണ്ടാണ് അവിടെ ജയിച്ചത്. അവരെ അനുകൂലമാക്കിക്കൊണ്ടുവന്ന് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യിക്കാൻ സാധിച്ചത് സുരേന്ദ്രൻ്റെ മാത്രമല്ല, BJPയുടെ കൂട്ടായ വലിയൊരു ശ്രമവും 2 ലക്ഷത്തോളം വോട്ട് അവർ വേറെ അവിടെ ചേർപ്പിക്കുകയും ചെയ്തിരുന്നാണ് പറഞ്ഞത്. കൂട്ടായ ഒരു ശ്രമമാണ്. എന്തുമാകട്ടെ, അതിൻ്റെ ക്രെഡിറ്റ് അതിൻ്റെ ലീഡർഷിപ്പ് ഉള്ളവർക്ക് എടുക്കാം. പക്ഷെ ഇതെല്ലാം ഉള്ളപ്പോഴും
ഇവിടുത്തെ അടിക്ക് വില കുറവുണ്ടാണ്. അപ്പോൾ ഇന്ന് ഇവരെ എടുത്ത് ബി ജെ പി എടുത്ത തീരുമാനം കറക്റ്റ് തീരുമാനമാണ്. സുരേന്ദ്രൻ അത് ചെയ്തു എന്നുള്ളത് കൊണ്ട് സുരേന്ദ്രനെ കുറച്ച് കാണുകയല്ല. ഇത്രയും ഗ്രൂപ്പിസം, ഒരു ഭരണമില്ല, അടുത്തെങ്കിലും ഭരണം കിട്ടാനുള്ള സാധ്യത പോലും ഇവിടെ ഇല്ല. എന്നിട്ട് ഇത്രയും അടിയുള്ള, പരസ്പരം അടിയുള്ള ഒരു പാർട്ടി കേരളത്തിൽ വേറെ ഏതുണ്ട്? അതിന് കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ്, അവിടുത്തെ സെൻട്രൽ അവരുടെ പാർട്ടി ഇന്നൊരു കോൺട്രവേഴ്സി ഇല്ലാത്ത, സാത്വികനായ, മര്യാദക്കാരനായ, മാന്യനായ, എല്ലാം തൊട്ടതെല്ലാം പൊന്നാക്കിയ രാജീവ് ചന്ദ്രശേഖരനെ അവതരിപ്പിച്ചുവെങ്കിൽ അത് പരീക്ഷണമായിരിക്കും. ആ പരീക്ഷണം വിജയിച്ചാൽ നല്ലത്.